ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ജീവൻ ജ്യോതിയെ കണ്ടതിന്റെ സന്തോഷത്തിൽ സുജാതയോട് പറഞ്ഞു, അമ്മേ നമുക്ക് എല്ലാവർക്കും ഇനി ഒരുമിച്ച് കഴിയാവല്ലോ, അതല്ലേ അമ്മേ നല്ലത് എന്ന് ചോദിച്ചപ്പോൾ സുജാത പറഞ്ഞു, മോനെ അമ്മ പറഞ്ഞിട്ടില്ലേ അമ്മയ്ക്ക് കുറെ ബാധ്യതകളുണ്ടെന്ന്, അതുകൊണ്ട് അതെല്ലാം തീരാതെ നമുക്ക് ഒന്നിച്ച് പറ്റില്ല മോനെ എന്ന് പറഞ്ഞു. ശരി, ഞാൻ സമ്മതിച്ചു. അല്ലമ്മേ, ഈ ആദി ആരാ അമ്മേ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സുജാത പെട്ടെന്ന് ടെൻഷനോടെ ജ്യോതിയെ നോക്കി. രണ്ടുപേരും എന്തോ പറയണമെന്നറിയാനാകെ വിഷമിച്ചങ്ങ് നിന്നപ്പോൾ സുജാത പറഞ്ഞു, അത് ഞാൻ വഴിയെ പറയാം മോനെ, പിന്നീട് പറയാം കാര്യങ്ങളൊക്കെ. ഇപ്പോൾ വീടാകെ അലങ്കോലമാക്കിയിട്ടിട്ടുണ്ടാവും, ഞാനെന്തായാലും അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് സുജാത വേഗം താഴേക്ക് പോകുന്നു. അപ്പോഴേക്കും ജീവൻ ജ്യോതിയോട് ചോദിച്ചു, അല്ല, ഈ അമ്മ എപ്പോഴും ഇങ്ങനെയാണല്ലോ, എന്തേലും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറും. അതൊക്കെ ഇരിക്കട്ടെ മോളെ, നീ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്, നീ എന്താ പഠിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ജ്യോതി ആകെ ടെൻഷനിലായി. ജ്യോതിയും മറുപടി ഒന്നും പറയാതെ അങ്ങനെ ആശങ്കയോടിരിക്കുമ്പോൾ വീട്ടിലേക്ക് വന്നു കയറിയ സുജാത അവിടെ എന്തായിരിക്കും നിത്യ ചെയ്യുന്നതെന്ന ആശങ്കയോടെ നിത്യ എവിടെയായിരിക്കും എന്നോർത്ത് വേഗം റൂമിലേക്ക് ചെന്ന് നോക്കി. അവിടെ കാണാതായതോടെ കിച്ചണിൽ ഉണ്ടായിരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ കിച്ചണിൽ വന്ന് നോക്കുമ്പോൾ അവിടെ നിത്യ ജോലി ചെയ്യുന്നത് സുജാത കണ്ടു. നിത്യ ജോലി ചെയ്യുന്നതിനിടയിൽ സുജാത പെട്ടെന്ന് അവിടെ വാതിക്കലേക്ക് വന്നതും ഉടനെ അമ്മയെന്ന് വിളിച്ച് ജീവൻ അവിടേക്ക് എത്തി. ജീവൻ ജ്യോതിയോടൊപ്പം അകത്തേക്ക് കയറി വന്നു. ഹാളിലേക്ക് വന്ന് അവിടെ ജീവൻ വന്നിരിക്കുമ്പോൾ കിച്ചണിൽ ജോലി ചെയ്ത നിത്യ പെട്ടെന്ന് ആലോചിച്ചു, അയ്യോ, അമ്മയ്ക്ക് നാരങ്ങാ വെള്ളം വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ, നാരങ്ങാ വെള്ളം വേഗം ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് നിത്യ വേഗം സുജാതയ്ക്ക് വേണ്ട നാരങ്ങാ വെള്ളം റെഡിയാക്കി. ഈ സമയത്ത് ജീവൻ പറഞ്ഞു, അമ്മ ഇങ്ങോട്ട് വാ, ഇവിടെ വന്നിരിക്കുക എന്ന് പറഞ്ഞതും ജ്യോതി അമ്മ അവിടെ ഇരിക്കാൻ മടി കാണിക്കുന്നത് എന്താണെന്നറിയാതെ അങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് നിത്യയുടെയും ജ്യോതിയുടെയും സുജാതയുടെയും ഒരുമിച്ചുള്ള ആ വീട്ടിലെ ഫോട്ടോ, അവർ 3 പേരും കൂടെ ഒന്നിച്ച് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ സുജാതയുടെ പിന്നിൽ തൂക്കിയിട്ടിരിക്കുന്നത് ജ്യോതിയെ സുജാത കാണിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് താൻ അവിടേക്ക് ചെല്ലാത്തെന്നുള്ള രീതിയിൽ സുജാത അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ജീവൻ പറഞ്ഞു, അമ്മ ഇവിടെ വന്നിരിക്കുക എന്ന് നിർബന്ധം പിടിച്ചു. അപ്പോഴേക്കും ജ്യോതി പറഞ്ഞു, ഏട്ടൻ അമ്മയുടെ ശീലമൊക്കെ മറന്നുപോയോ, അമ്മ അധികം നേരം അങ്ങനെ ഇരിക്കാറില്ല എന്ന് പറഞ്ഞപ്പോൾ, ഓ അങ്ങനെയായിരുന്നോ എന്ന് ജീവൻ ചോദിച്ചുകൊണ്ട് അത് സമ്മതിക്കും വണ്ണം ജീവൻ ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഇതൊന്നും അറിയാതെ ശരവണൻ വേഗം പുറത്തേക്ക് വന്നത്. ശരവണൻ വന്ന് സുജാതയെ നോക്കുമ്പോൾ വല്ലാത്ത ഭയത്തോടെ സുജാത ശരവണൻ നോക്കി. എന്താ അമ്മ എന്ന് ശരവണൻ ചോദിച്ചപ്പോഴേക്കും സുജാത വേഗം ഹാളിലിരിക്കുന്ന ആളെ കണ്ണുകൾ കൊണ്ട് കാണിച്ചു കൊടുത്തു. അപ്പോഴേക്കും ശരവണൻ നോക്കിയതും അവിടെ ഇരിക്കുന്ന ജീവനെ കണ്ടതോടെ ശരവണൻ ആകെ ടെൻഷനിലായി. ഇനി എന്താ ഉണ്ടാവുക എന്ന ഭയത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ നിത്യ അമ്മയ്ക്ക് വേണ്ട നാരങ്ങ വെള്ളം റെഡിയാക്കി. ഈ സമയം ജ്യോതി വേഗം സുജാതയുടെ അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു, അമ്മേ ഞാനിവിടെ നിന്നോളാം, ഫോട്ടോ ഏട്ടൻ കാണാതെ ഞാൻ നോക്കിക്കോളാം, അമ്മ വേഗം അകത്തേക്ക് ചെന്ന് നിത്യേച്ചിനെ മാറ്റാൻ നോക്ക് എന്ന് പറഞ്ഞു. ഉടനെ ജീവനെ നോക്കിയിട്ട് സുജാത പറഞ്ഞു, മോനെ അമ്മ ഇപ്പൊ വരാം, ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞു. ശരി അമ്മേ എന്ന് പറഞ്ഞ് ജീവൻ അവിടെ തന്നെ ഇരുന്നു. ഈ സമയം ശരവൺ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ടെൻഷനോടെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ജ്യോതിയോട് ജീവൻ ചോദിച്ചു, അല്ല മോളെ, ആരാ അവിടെ അകത്തുള്ളത്, ഇപ്പൊ ആരോ അമ്മയെ വിളിച്ചല്ലോ, അമ്മയെന്ന് വിളിച്ചല്ലോ എന്ന് ചോദിച്ചു. സുജാത അകത്തേക്ക് കയറാൻ തുടങ്ങിയതും പെട്ടെന്ന് അമ്മയെന്ന് വിളിച്ചപ്പോ ആ വിളി കേട്ട് ജീവന്റെ മനസ്സിലേക്ക് താൻ എവിടെയോ കേട്ട പരിചയം ഉള്ള ഒരു ശബ്ദമെന്ന് ജീവന് തോന്നി. അതോർത്തിങ്ങനെ ജീവൻ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു മൈൻഡ് മാറ്റാൻ ജ്യോതി ചോദിച്ചു, ഏട്ടൻ താമസിക്കുന്ന വീട്ടിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? അത് കേട്ടതും ജീവൻ പറഞ്ഞു, ഉണ്ട്, ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന ഏട്ടൻ താമസിച്ച ആ ഹോസ്പിറ്റലുകാർ റെഡിയാക്കി തന്ന വീടാ, നല്ല വീട് തന്നെയാ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അകത്തേക്ക് വന്ന സുജാതയ്ക്ക് നിത്യ ജ്യൂസ് എടുത്ത് കൊടുത്തു. ദാമേ ഇത് കുടിക്കുക എന്ന് പറഞ്ഞു. അത് കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിത്യയോട് സുജാത പറഞ്ഞു, അതെ ആദ്യം റൂമിലോട്ട് പോയിട്ടുണ്ടാവും, മോളൊന്ന് ചെല്ല്, ആദ്യക്ക് വല്ലാതെ പേടിയാവുന്നുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് നിത്യയോട് സുജാത ചോദിച്ചു, അല്ല മോള് എന്താ മോൻ്റെ അടുത്തോട്ട് പോകാതിരുന്നത് എന്നന്വേഷിച്ചപ്പോൾ പെട്ടെന്ന് പുറത്താരോ സംസാരിക്കുന്നത് പോലെ നിത്യയ്ക്ക് തോന്നി. ഈ സമയം ജീവൻ കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം ജ്യോതിയോട് ചോദിച്ചു, അല്ല അകത്താരാ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഉടനെ തന്നെ അകത്ത് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ആരാണെന്നുള്ള ചോദ്യം ഉണ്ടായതും ജ്യോതി പറഞ്ഞു, അത് പിന്നെ അമ്മ ജോലി ചെയ്യുന്ന ഒരു കോൺവെന്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഒരു ഹോസ്റ്റൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെയുള്ള ഒരു ചേച്ചിയാണ്. അവരുടെ വീട്ടുകാരൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ ചേച്ചി ഇവിടെ വന്ന് നിൽക്കാറുള്ളത്, ഇതുപോലെ പലപ്പോഴും ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്, എന്നെ പോലെ തന്നെ അമ്മയെന്നാ വിളിക്കാറ് എന്നും പറഞ്ഞു. അപ്പോൾ അവരുടെയാണോ അവരുടെ കൊച്ചാണോ ആദി എന്ന് ചോദിച്ചു.
ഉടനെ ജ്യോതി പറഞ്ഞു, ആ അതെ അതെ ഏട്ടാ, അവരുടെ കുട്ടി ആദി എന്ന് ജ്യോതി സമ്മതിച്ചു. അപ്പോഴേക്കും പുറത്താറെ സംസാരം കേട്ട് ഇത്രയും നേരിട്ട് അമ്മ എന്താ വരാത്തത് എന്ന് ജീവനാകെ ടെൻഷനായി. അമ്മേ എന്ന് വിളിച്ച് ജീവൻ സുജാതയെ അന്വേഷിച്ചതും പെട്ടെന്ന് ജ്യോതി ചോദിച്ചു, അടുത്ത് നിന്ന നെത്തി ചോദിച്ചു, അല്ലമ്മേ ആരാ വിളിക്കുന്നത്? അതാരാ? നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സുജാത പറഞ്ഞു, അത് പിന്നെ ഞാൻ രാവിലെ പറഞ്ഞില്ലേ, എനിക്കൊരു തളർച്ച ഉണ്ടായപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടു വന്നൊരു പയ്യനെ, ആ പയ്യനാ, ആ പയ്യൻ വിളിക്കുന്നതാ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് സുജാത പോകാൻ തുടങ്ങി. അപ്പോഴേക്കും ജീവനും സുജാതയെ കാത്തിരുന്നിട്ട് ഇത്രയും നേരമായിട്ടും സുജാത വരാത്തത് കൊണ്ട് ഈ അമ്മ എത്ര നേരമായെന്നോർത്ത് ജീവൻ ചാടി എഴുന്നേറ്റു. അപ്പോഴേക്കും താനിരുന്ന ആ സെറ്റിയിലെ വിരി താഴേക്ക് വീണത് കണ്ട് ഉടനെ ജീവൻ വേഗം അത് റെഡിയാക്കി വെച്ചു. എന്നിട്ട് അമ്മയെന്ന് വിളിച്ച് ജ്യോതിയോട് ചോദിച്ചു, അല്ല ഈ അമ്മ എന്ത് ഇത്ര താമസിക്കുന്നത്? അപ്പോഴേക്കും ജ്യോതി എന്ത് പറയണമെന്നറിയാതെ ടെൻഷൻ അടിച്ചേക്കുമ്പോൾ ശരവണൻ വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് നിത്യയും പറഞ്ഞു, അമ്മയുടെ അമ്മയെ അന്ന് അവിടെ ഹോസ്പിറ്റലിലേക്ക് അല്ല അമ്മയ്ക്ക് ഒരു പയ്യായിക്ക് വന്നപ്പോൾ അമ്മയെ കൂട്ടിക്കൊണ്ട് വന്ന ആളല്ലേ, അപ്പോൾ അയാളൊരു നന്ദി പറയണ്ടേ ആ പയ്യനോട്, അതുകൊണ്ട് ഞാൻ വരാമേ, അയാളോട് ഒരു നന്ദി പറയട്ടെ എന്ന് പറഞ്ഞ് നിത്യ വേഗം ഹാളിലേക്ക് വരാൻ തുടങ്ങി. അപ്പോഴേക്കും ശരവണൻ ചെന്ന് മെയിൻ സ്വിച്ച് ഓഫാക്കി കഴിഞ്ഞു. കറണ്ട് പോയതോടെ നിത്യയും സുജാതയും മാത്രം ആ കിച്ചണിൽ നിന്നു. ജീവൻ പുറത്തേക്ക് ഇറങ്ങി വന്നതും കറണ്ട് പോയത് കണ്ട് ജ്യോതി പറഞ്ഞു, ഏട്ടൻ അവിടെ ചെന്നിരുന്നോ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ജ്യോതി വേഗം പുറത്തേക്ക് പോകുന്നു. ഈ സമയത്ത് നിത്യ സുജാതയോട് പറഞ്ഞു, ആ പയ്യനങ്ങ് പോട്ടെ, ഈ കറണ്ട് കെട്ടിൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കുമേ എന്ന് പറഞ്ഞു. ഉടനെ പുറത്തേക്ക് വന്ന സുജാതയും ജ്യോതിയും ശരവണൻ്റെ അടുത്തേക്ക് എത്തി. ശരവണൻ പറഞ്ഞു, അമ്മേ ഇതല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു, അതുകൊണ്ടാ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ സുജാത പറഞ്ഞു, നന്നായി മോനെ, എന്തായാലും ഈ തൽക്കാലം രക്ഷപ്പെട്ടു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ ജ്യോതി ചോദിച്ചു, അമ്മ എത്രയും വേഗം നിത്യേജിനെ അവിടുന്ന് മാറ്റ്, അല്ലാതെ വേറെ രക്ഷയില്ല എന്ന് പറഞ്ഞു നിത്യയുടെ അരികിലേക്ക് വേഗം സുജാത പോകുന്നു. ഈ സമയം കിച്ചണിൽ നിന്നാ നിത്യ എന്തായാലും ആ പയ്യന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാമെന്ന് കരുതി ഹാളിലിരിക്കുന്ന ആൾക്ക് വെള്ളം കൊടുക്കാനായി നിത്യ വേഗം ഹാളിലേക്ക് എത്തി. അവിടെ ആരാ എന്നിങ്ങനെ വിളിച്ചതും നിങ്ങൾ പോയിട്ടില്ലല്ലോ എന്ന് നിത്യ ചോദിച്ച ശബ്ദം കേട്ട് ജീവന് നല്ല പരിചയമുള്ള ശബ്ദം എന്ന പോലെ തോന്നി. ഇത് ആരായിരിക്കുന്ന ഓർത്ത് ജീവൻ വേഗം തൻ്റെ മൊബൈൽ കയ്യിലെടുത്തു. ആളെ കാണാത്തത് കൊണ്ട് മൊബൈലിലെ ടോർച്ച് ഓൺ ചെയ്യാനായി മൊബൈല് എടുത്ത് അതിലെ ആ വെട്ടത്തിൽ ടോർച്ചിന്റെ വെളിച്ചത്തിൽ ആരാണെന്നറിയാനായി ആ മൊബൈലിന്റെ ടോർച്ചുമായിട്ട് വേഗം നിത്യയുടെ അരികിലേക്ക് ജീവൻ നടന്നെടുത്തു. ഈ സമയത്തിനുള്ളിൽ ടോർച്ച് നേരെ നിത്യയുടെ മുഖത്തിന് നേരെ ഉയർത്തിയതും സുജാത വേഗം നിത്യയുടെ അരികിലേക്ക് ഓടിയെത്തി. മോള് വേഗം ആദ്യയുടെ അരികിലേക്ക് ചെല്ല്, ആദ്യ വല്ലാതെ പേടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നിത്യ അവിടെ നിന്ന് പറഞ്ഞയച്ചു. ഒരു കാരണവശാലും നിത്യയെ ജീവൻ കാണാത്ത രീതിയിൽ സുജാത അവിടുന്ന് നിത്യയോട് പൊയ്ക്കൊള്ളാനായി പറഞ്ഞു വിടുന്നു. ജീവൻ അപ്പോഴേക്കും അത് ആരാണെന്ന് കാണാനായി ഒന്ന് ശ്രമം നടത്തിയതും ജീവന് കാണാൻ കഴിയാതെ പോകുന്നു. ഈ സമയത്ത് സുജാത ജീവനോട് പറഞ്ഞു, മോൻ ഇത് കുടിക്കുക എന്ന് പറഞ്ഞ് വെള്ളം വേഗം ജീവന് കൊടുക്കുമ്പോഴേക്കും ജീവൻ പറഞ്ഞു, അല്ലമ്മേ അത് ആരാണെന്ന് അവരെ കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചു. അത് സാരയില്ല, മോൻ വേഗം വെള്ളം കുടി എന്ന് പറഞ്ഞ് ജീവന് വെള്ളം കൊടുക്കുന്നു. ജീവൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആകെ ടെൻഷനിലായി എല്ലാവരും. ഈ സമയത്ത് സുജാതയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അമ്മയുടെ ആ കയ്യിലേക്ക് തന്നെ മുഖം ചേർത്തിട്ട് ജീവൻ പറഞ്ഞു, അമ്മേ ഞാൻ ഇന്ന് പോകുന്നില്ല, ഇന്ന് അമ്മയുടെയും അനുജത്തിയുടെയും കൂടെ ഞാനിവിടെ കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആകെ ടെൻഷനിലായി സുജാത. എന്ത് പറയണമെന്നറിയാതെ ആകെ വിഷമിച്ചങ്ങനെ സുജാത നിൽക്കുമ്പോഴേക്കും ജീവന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ജീവൻ കോൾ എടുത്തതും ഉടനെ, ഹലോ സാർ, അർജന്റ് ആണോ? ശരി, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ജീവൻ ഫോൺ വെച്ചു. അമ്മേ സോറി അമ്മേ, എനിക്കിന്ന് അർജന്റായിട്ട് ഒന്ന് പോകണം, സാറ് ഇപ്പോൾ കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് പോവാ, ഞാൻ പിന്നെ ഒരു ദിവസം വരാം അമ്മേ എന്ന് പറഞ്ഞ് സുജാതയോടും ജ്യോതിയോടും യാത്ര പറഞ്ഞ് ജീവൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. ജീവൻ പോയി കഴിയുമ്പോഴേക്കും ഉടനെ തന്നെ അവിടേക്ക് നിത്യയുടെ വീട്ടിലെ ലൈറ്റ് ഓണായി. സുജാത ശരവണന്റെ അരികിലേക്ക് ചെന്നതും ഉടനെ സുജാതയെ ജീവനെ പറഞ്ഞയച്ച് വാതിലടച്ചു. ഈ സമയത്ത് നിത്യ വാതിക്കലേക്ക് എത്തി. അമ്മേ ഇപ്പം ആരാ അമ്മ ഇവിടെ വന്നത്? ജീവന്റെ ശബ്ദം പോലെ ഉണ്ടായിരുന്നല്ലോ ആ പയ്യന്റെ ശബ്ദം, എനിക്ക് ആ പയ്യനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ ശരവണനും വാതിക്കലേക്ക് എത്തി. എന്താ അമ്മ, എന്താ പ്രശ്നം എന്ന് ശരവണൻ ചോദിച്ചു. അല്ല, എന്താ മോളെ പറയുന്നത്, മരിച്ചു പോയ ആളെങ്ങനെ ഇവിടേക്ക് വരുന്നത് എന്ന് സുജാത ചോദിച്ചു. അപ്പോഴേക്കും നിത്യ പറഞ്ഞു, ഇല്ലമ്മേ എനിക്ക് ഉറപ്പുണ്ട് ജീവന്റെ ശബ്ദം പോലെ. അപ്പോഴേക്കും നിത്യയ്ക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ട്
അരികിൽ നിന്ന് ജ്യോതി പറഞ്ഞു, അല്ല കുറച്ച് ദിവസമായിട്ട് നിത്യേച്ചിക്ക് ഇങ്ങനെയാണല്ലോ, ഏട്ടൻ്റെ ശബ്ദം പോലെ ഏട്ടനെ പോലെ ഒരാളെ കണ്ടു, എന്തു പറ്റി, ഏത് നേരവും ഏട്ടനെക്കുറിച്ച് ആലോചിച്ചിട്ടല്ലേ എന്ന് പറഞ്ഞപ്പോൾ നിത്യ പറഞ്ഞു, അല്ല ഇതൊക്കെ എനിക്ക് ഉറപ്പാ, ഞാൻ ആ ശബ്ദം കേട്ടത് അത് ജീവന്റെ ശബ്ദം തന്നെയാ എന്ന് പറഞ്ഞു. പിന്നാലെ എന്ന ശരവണ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യും, ആ പയ്യൻ നമ്പർ അമ്മയുടെ കയ്യിലുണ്ടല്ലോ, ആ ഫോണിലൊന്ന് വിളിച്ചു കൊടുക്കുക, അപ്പൊ പിന്നെ അറിയാമല്ലോ, അമ്മ ഒന്ന് സംസാരിപ്പിക്കേ, അപ്പൊ പിന്നെ ഈ ടെൻഷൻ അങ്ങ് മാറുമല്ലോ എന്ന് പറഞ്ഞു. സുജാത പറഞ്ഞു, ശരിയാ, ഞാൻ വിളിച്ചു തരാം എന്ന് സുജാത സമ്മതിക്കുന്നു. അപ്പോഴും നിത്യ ആകെ സംശയത്തോടെ അങ്ങോട്ട് പോകുമ്പോൾ ശരവണനും സുജാതയും ആകെ ടെൻഷനിലായി. എങ്ങനെ ഈ ഒരു പ്രശ്നത്തിന് തരണം ചെയ്യും? ഒരു കാരണവശാലും നിത്യയുടെ മുന്നിലേക്ക് ജീവൻ വരാൻ പാടില്ല. ജീവനെ പരിശോധിക്കുന്ന ഡോക്ടർമാർക്ക് പോലും അതിൽ യാതൊരു ഉറപ്പും പറയാൻ കഴിഞ്ഞിട്ടില്ല. നിത്യയെ കണ്ടു കഴിഞ്ഞാൽ ജീവൻ എങ്ങനെ പ്രതികരിക്കുമെന്നും ജീവന്റെ ഈ സ്വഭാവത്തിൽ മാറ്റമുണ്ടാവുമോ എന്ന് പോലും അവർക്ക് പറയാനാവില്ല എന്ന് ആകെ ടെൻഷനോടെ സുജാത പറയുന്നു. സുജാതയുടെ വാക്കുകൾ കേട്ട് ശരവണനും മറ്റെല്ലാവരും ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ ഇനി എങ്ങനെയാണ് നിത്യയെ രക്ഷപ്പെടുത്തുന്നതിനെ കുറിച്ച് അവർ ചിന്തിച്ചു. എന്തായാലും നിത്യ ഉടനെ തന്നെ വിവാഹം കഴിപ്പിച്ചയക്കണം, അതുമാത്രമേ ഇതിനൊരു പോംവഴിയുള്ളൂ എന്ന് സുജാത ജ്യോതിയോടും പറഞ്ഞു. അതിനായിട്ട് എന്ത് ചെയ്യണമെന്ന് അവർ ആലോചിക്കുമ്പോൾ ഹരിയും കല്യാണിയും കൂടി ക്ഷേത്രത്തിലേക്ക് പോകാനായി തയ്യാറെടുത്ത് വാതിക്കലേക്ക് എത്തിയത്. ഹരി ഉടനെ തന്നെ നിത്യയോടും ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിത്യ കൂടെ വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ നിത്യയും ആദിയും കല്യാണിക്കുട്ടിയും ഹരിയും കൂടി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. അവർ ഒന്നിച്ചു പോകുന്നത് കണ്ടതോടെ ഒത്തിരി സന്തോഷമാകുന്നു സുജാതയ്ക്കും അമ്മാവനും. പിന്നീട് അവർ ക്ഷേത്രത്തിലെത്തി പ്രസാദം വാങ്ങിക്കുന്നതിനിടയിൽ നിത്യയുടെ കൈയിലേക്ക് അവിടുന്ന് ഭക്ഷണം പാചകപ്പുരയിലെ ആള് രുചി നോക്കാനായിട്ട് നിത്യയുടെ കയ്യിലേക്ക് അതിവിടുത്തെ ഭക്ഷണം ഒഴിച്ചു കൊടുത്തതും കറി ഒഴിച്ചു കൊടുത്തതും കയ്യിലേക്ക് വന്ന വീണ ആ നിമിഷം കൈ പൊള്ളുന്ന പോലെ നിത്യ കൈ പിൻവലിച്ചു. അപ്പോഴേക്കും എന്താ ഈ കാണിച്ചെന്ന് ചോദിച്ച് ഹരി വേഗാരിയിലേക്ക് എത്തി. അവിടെ അടുത്ത് കണ്ട പ്രസാദം, ആ ദേവി പ്രസാദം വേഗം ഹരി കയ്യിൽ പുരട്ടിക്കൊടുത്തു. ഇത് എന്തിൻ്റെയും ദിവ്യ ഔഷധമാണ് എന്ന് പറഞ്ഞു, എന്ത് വേദനയ്ക്കും ദിവ്യ ഔഷധമാണെന്ന് പറഞ്ഞ് ആ കുങ്കുമം നിത്യയുടെ കയ്യിൽ പുരട്ടി കൊടുക്കുന്നു. അതിനുശേഷം ബാക്കിയുണ്ടായിരുന്ന പ്രസാദം നിത്യയുടെ നെറ്റിയിലും ഹരി തൊട്ടു കൊടുക്കുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം തനിക്ക് ഇങ്ങനെ ഒരു പ്രസാദം തൻ്റെ നെറ്റിയിൽ മറ്റൊരാൾ തൊട്ടു വന്നത് അതിൽ ഒട്ടും ഉൾക്കൊള്ളാനാകാതെ അതിശയത്തോടെ നിത്യ ഹരിയെ നോക്കുന്നു.